എല്ലാവർക്കും ഗെറ്റ് റിസൾട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മണി മേക്കിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പം മണി മേക്കിംഗ് ആപ്ലിക്കേഷനുകൾ ഒരുപാടുണ്ട്. അപ്പം അതിലുള്ളതുപോലെയൊന്നും ഇതിൽ നമ്മൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ റെഫറൽ ലിങ്ക് ഉപയോഗിച്ചിട്ടൊന്നും അല്ല നമ്മൾ ഈ ആപ്ലിക്കേഷനിലൂടെ പൈസ ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ ആപ്ലിക്കേഷനിലൂടെ പൈസ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയണ്ടാവും. നമ്മളെന്താക്കും, ഷെയർ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്, ഷെയറിൻ്റെ വില കുറയുന്ന സമയത്ത് നമ്മൾ ഷെയറുകൾ വാങ്ങിയിടും. ഒരു ബ്രോക്കർ മുഖേന ഷെയറുകൾ വാങ്ങിയിടും. ഷെയറിൻ്റെ വില കൂടുന്ന സമയത്ത് നമ്മളത് വിൽക്കും. അതിന് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഷെയർ വാങ്ങി വിൽക്കാൻ കുറഞ്ഞ സമയം കൊണ്ടാണ് ഷെയറിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുക. അതായത് നമ്മുടെ എക്കോണമിയിൽ നടക്കുന്ന ചെറിയ ചെറിയ വേരിയേഷനുകൾക്ക് അനുസരിച്ച് ഷെയറിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഷെയറിൻ്റെ വില കൂടുന്ന സമയത്ത് നമ്മൾ ഷെയർ വിൽക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിന് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ചിലപ്പോൾ 3, 4, 5 ദിവസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും ഷെയർ വിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഷെയർ നമ്മൾ വാങ്ങാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1-2 ദിവസത്തിനുള്ളിൽ മാത്രമേ അത് പ്രോസസ്സായിട്ട് നമുക്ക് ഷെയർ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത്രയും ടൈം നമുക്ക് പോകുന്നുണ്ട്. ഇത് കുറഞ്ഞ സമയം കൊണ്ട് ഇതേപോലെ ഷെയർ മാർക്കറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ കുറഞ്ഞ സമയം മതി നമുക്ക് ഷെയർ വാങ്ങാനും വിൽക്കാനും ഒക്കെ. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതിൽ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ എക്കണോമിക്സിൽ നമുക്ക് കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ, എക്കണോമിക്സിനെ കുറിച്ച് നമുക്ക് കുറച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിലുള്ള എല്ലാ ട്രേഡും വിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് രണ്ട് ഓപ്ഷൻ, രണ്ട് ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിലാണ് അതായത് നമ്മൾ ഷെയറിൻ്റെ വില കൂടും കുറയും എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിലല്ല, ഭാഗ്യം ഒരിക്കലും ഇത് ഒരു എന്താ പറയുക ഊഹക്കച്ചവടം പോലെ അല്ലെങ്കിൽ നമ്മൾ ഭാഗ്യക്കുറി പോലെ നമ്മൾ വെറുതെ ക്ലിക്ക് ചെയ്യുന്നൊരു സംഭവമല്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് പൈസ നഷ്ടപ്പെടാനേ സാധ്യതയുള്ളൂ. നമ്മൾ ശരിക്കും ഒരു എക്കോണമിയെ കറക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. അല്ലാതെ ചെയ്യുന്നത് പക്ഷെ നമ്മളെ പൈസ മൊത്തം പോകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ 1740 രൂപയുടെ അടുത്ത് ഈ ആപ്ലിക്കേഷനിൽ പോയിട്ടുണ്ട്. അതായത് നഷ്ടമാണ്. ഞാൻ ഇതിൽ കളിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരും മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് IQ ഓപ്ഷൻ എന്നാണ്. ഒരുപാട് പേര് ഈ ആപ്പിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും IQ ഓപ്ഷൻ. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ IQ ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഈ ആപ്ലിക്കേഷൻ ലഭിക്കും. അപ്പം ഇതിൽ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയേഴ്സൊക്കെയാണ് നമുക്ക് നമ്മൾ ഇതിൽ സൈനിങ് പ്രൊസീജിയറൊക്കെ വളരെ സിമ്പിളാണ്. ഞാൻ ഇവിടെ ആപ്ലിക്കേഷന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കത് ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് IQ ഓപ്ഷൻ്റെ ആപ്ലിക്കേഷൻ. ഇത് ലോഡാവാൻ കുറച്ച് ടൈം എടുക്കും. ലോഡായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെൽക്കം ടു IQ ഓപ്ഷൻ എന്നുള്ളൊരു ഇത് കാണാം. അതിനുശേഷം രജിസ്ട്രേഷൻ, ലോഗിൻ എന്ന് പറയുന്ന 2 ബട്ടണുകളുണ്ട്. ഞാനിതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണ്. അപ്പം ഞാനിതിൽ ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. ലോഗിൻ ചെയ്ത് എൻ്റെ ഇമെയിൽ ID, നിങ്ങളുടെ ഇമെയിൽ ID എന്താണോ അതവിടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ IQ ഓപ്ഷനിൽ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിൽ നമുക്കിവിടെ മുകളിൽ 2 തരത്തിലുള്ള അക്കൗണ്ട് കാണാം. ഒന്ന് റിയൽ അക്കൗണ്ട്, അതുപോലെ പ്രാക്ടീസ് അക്കൗണ്ട്. ഈ പ്രാക്ടീസ് അക്കൗണ്ടിൽ ഇതിൽ ഒരു പ്രത്യേകത ഉണ്ട്. പ്രാക്ടീസ് അക്കൗണ്ടിൽ നമുക്ക് ഇവിടെ റീലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ $10,000 എപ്പോഴും ഉണ്ടാവും. നമുക്ക് ആ $10,000 വെച്ച് ഇപ്പോൾ ഇതവിടെ $10,000 ഈ $10,000 വെച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രേഡ് ചെയ്യാം. പക്ഷേ ഇത് ഒരു പ്രാക്ടീസ് അക്കൗണ്ട് മാത്രമായിരിക്കും. ഇതിൽ നമ്മൾ ട്രേഡ് വിൻ ചെയ്താൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തുമെന്നില്ല. അതിനുള്ള അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിൽ നമുക്ക് ക്യാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാഷ് ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് $10 മിനിമം $10 നമുക്ക് ഇത് വെച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് മിനിമം $10 ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിൽ ഒരുപാട് അസറ്റ്സ് ഉണ്ട്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അസറ്റ്സ് നമുക്കിവിടെ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഒരുപാട് അസറ്റ്സ് കാണാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതാണ് അസറ്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു
ഏതെങ്കിലും ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഇതിൽ ശരിക്കും ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ കുറേ സ്ട്രാറ്റജീസൊക്കെ വെച്ചിട്ടാണ് ഇതിൽ ട്രേഡ് ചെയ്യുന്നത്. IQ ഓപ്ഷനെ പറ്റി നിങ്ങൾക്ക് യൂട്യൂബ് തന്നെ സെർച്ച് ചെയ്താൽ ഒരുപാട് സ്ട്രാറ്റജീസും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഞാനിതിലെങ്ങനെയാണ് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നത്, അത് എന്ത് ചെയ്തിട്ടാണ് നമുക്ക് പൈസ കിട്ടുന്നതെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഇവിടെ ക്യാൻഡിൽ ടൈം ഞാൻ 30 സെക്കൻഡായിട്ട് 15 സെക്കൻഡായിട്ട് സെറ്റ് ചെയ്തു. അപ്പം ഇപ്പോൾ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യാൻ, ഇതുപോലത്തെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യാൻ എടുക്കുന്ന സമയം 15 സെക്കൻഡാണ്. അപ്പം ഇതിൽ നമുക്ക് ക്യാൻഡിൽ മാത്രമല്ല ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് വേറെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ട്രേഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഈ ക്യാൻഡിലായിരിക്കും. ഇവിടെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ മുകളിലോട്ടും താഴോട്ടും ഫോം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ നമ്മൾ പറയുകയാണ് ഇത് ഈ ക്യാൻഡിൽ മുകളിലോട്ട് പിന്നെ പോകുന്നു നമ്മൾ പറഞ്ഞതിന് ശേഷം കോൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻഡിൽ മുകളിലോട്ടാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കും. ഇനി നേരെ മറിച്ച് നമ്മൾ കോൾ ഓപ്ഷൻ കൊടുക്കുകയും ചെയ്ത് ക്യാൻഡിൽ താഴോട്ട് ഫോം ചെയ്താൽ നമുക്ക് നഷ്ടമാവുകയും ചെയ്യും. അപ്പം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, ഇത് ചുമ്മാ അങ്ങനെ ക്യാൻഡിൽ വെറുതെ ഫോം ചെയ്യുന്നതല്ല, ഇതിൽ മാർക്കറ്റ് സിറ്റുവേഷനനുസരിച്ചാണ് ഈ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. അപ്പം അത് അനുസരിച്ചിട്ട് വേണം നമ്മളിവിടെ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും കൊടുക്കുന്നതിന് വേണ്ടി. ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് അക്കൗണ്ടാണ് എടുത്തിട്ടുള്ളത്. പ്രാക്ടീസ് അക്കൗണ്ടിൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നൊന്ന് കാണിച്ചു തരാം. ഇപ്പം റെഡ് ക്യാൻഡിലാണ് ലാസ്റ്റായിട്ട് ഫോം ചെയ്തത്. അപ്പോൾ ഞാൻ ചുമ്മാ ഇത് ഒരു സ്ട്രാറ്റജി വെച്ചിട്ടൊന്നുള്ള ഒരു കാര്യമല്ല, ഞാൻ വെറുതെ ഒന്ന് പുട്ട് ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ $50 നമ്മളിവിടെ സെറ്റ് ചെയ്തത്. $50 ഇവിടെ ഞാനിവിടെ പുട്ട് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഇതിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും തന്നെ പിന്നെ ഈ ഫോണിൽ റേഞ്ച് ഇല്ലാത്ത സമയത്ത് നിങ്ങളിത് ചെയ്യാൻ പാടില്ല. കാരണം അതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ പുട്ട് ഓപ്ഷൻ കൊടുത്തു ഇവിടെ -9% എനിക്ക് നഷ്ടമാണ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആകുന്ന സമയം ഉണ്ടാവും. അപ്പോൾ പ്രോഫിറ്റ് ആകുന്ന സമയത്ത് ഇവിടെ പ്ലസ് ആകുന്ന സമയത്ത് നമുക്കത് സെയിൽ ചെയ്യാം. അല്ലാതെ നമുക്ക് ഇതിൻ്റെ ടൈം പീരീഡ് കഴിയുമ്പോഴും നമുക്ക് സെയിൽ ചെയ്യാം. 36 സെക്കൻഡാണ്, 36 സെക്കൻഡും കൂടിയാണ് ഉള്ള ചാൻസ് ഉണ്ടാവുക. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നമുക്ക് പ്രോഫിറ്റ് ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം പൈസ നഷ്ടപ്പെടാണ്ടിരിക്കേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം, പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ ലോസ് ആകുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ ലോസിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമോ ആ സമയത്ത് സെയിൽ ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞാനിത് 32 രൂപയ്ക്ക് സെയിൽ ചെയ്തു, ഇല്ലെങ്കിൽ എനിക്ക് -98% നഷ്ടമാകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ടൈമിൽ അങ്ങ് സെയിൽ ചെയ്ത് കളഞ്ഞു. ഇനി നമുക്കിതിൽ ഇപ്പം എനിക്ക് $49 നഷ്ടമാണ്. ഇവിടുന്ന് ഞാൻ ഒരു പുട്ട് ഓപ്ഷൻ കൊടുത്തു $50 അവിടെ ഇൻവെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഈ ക്യാൻഡിൽ മുകളിലോട്ടോ താഴോട്ടോ ഫോം ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ക്യാൻഡിൽ മുകളിലോട്ട് ഫോം ചെയ്തു 15% പ്രോഫിറ്റാണ്. അപ്പോൾ ഞാൻ സെയിൽ ചെയ്ത്. ഓക്കെ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ സെയിലാകുന്നതിന് മുമ്പ് ഇതാണ് പറഞ്ഞത്, നല്ല കണക്ഷൻ ഇല്ലെങ്കിൽ, നല്ല നെറ്റ്വർക്ക് കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്കത് നഷ്ടം അനക സാധ്യതയുണ്ട്. അത് പെട്ടെന്ന് കുറഞ്ഞു പോയി ഇതിൻ്റെ വില സെയിലാകുന്നതിന് മുമ്പ്. അതുകൊണ്ട് നമുക്കത് നഷ്ടമായി. ഇനി ഞാൻ ഒരു പുട്ട് ഓപ്ഷൻ കൂടി കൊടുക്കുകയാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് സെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇതിൽ ഈ IQ ഓപ്ഷൻ എന്ന് പറയുന്നത്. കുറഞ്ഞ സമയത്തിൽ ഒരുപാട് പൈസ ഉണ്ടാക്കാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചുണ്ടാവും ഇതിൽ പൈസ. നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ലക്ഷപ്രഭുവാകും. ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ കോടീശ്വരനാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ് IQ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ താഴോട്ട് തന്നെയാണ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, നമ്മൾ വിചാരിക്കുമ്പോഴൊന്നും ആവുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ പ്രഡിക്ഷൻ എന്നുള്ളൊരു ഇതിൽ ഇപ്പോൾ IQ ഓപ്ഷനിൽ കളിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നമുക്ക് പൈസ ലഭിക്കില്ല. പകരം പൈസ പോവും, നല്ലോണം പോവും.
അതിലെനിക്ക് $4 എനിക്ക് പ്രോഫിറ്റ് ലഭിച്ചു. ഞാനത് സെയിൽ ചെയ്ത സമയത്ത്. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇപ്പോൾ ഞാൻ പുട്ട് ഓപ്ഷൻ കൊടുത്തു, 20% പ്രോഫിറ്റ് കണ്ടു. അപ്പോൾ തന്നെ ഞാൻ സെയിൽ ചെയ്തു. ഇല്ലെങ്കിൽ കുറച്ചുകൂടി സമയം വെച്ചുകൊണ്ട് നിന്നാൽ ചിലപ്പോൾ പൈസ അങ്ങ് പോകും. അപ്പോൾ എനിക്ക് $5 പ്രോഫിറ്റ് ലഭിച്ചു. അതിനുശേഷം ക്യാൻഡിൽ ഒന്നും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പൈസ കുറയാൻ കാരണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിൽ ട്രേഡ് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് സ്ട്രാറ്റജീസൊക്കെ ഉണ്ട്. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് സ്ട്രാറ്റജീസൊക്കെ കാണാം. ഞാൻ ഇപ്പോൾ പൊതുവേ ഇതിൽ ചെയ്യൽ മൂവിങ് ആവറേജ് സ്ട്രാറ്റജിയാണ്. കുഴപ്പമില്ലാത്ത നല്ലൊരു സ്ട്രാറ്റജി തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം പൈസയൊക്കെ ഇപ്പോൾ ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പം ഇതാണ് എൻ്റെ റിയൽ അക്കൗണ്ട്. ഇപ്പോൾ റിയൽ അക്കൗണ്ടിൽ $0.75 മാത്രമേ ഉള്ളൂ. അപ്പോൾ മിനിമം $1 വേണം ഇതിൽ ട്രേഡ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ $0.75 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പോൾ റിയൽ അക്കൗണ്ട് ട്രേഡ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിൽ നിന്ന് പിൻവലിച്ചത് കൊണ്ടാണ് ഇത് ഇങ്ങനെ $0.75 ആയത്. എനിക്ക് ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിപ്പോസിറ്റിനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരുപാട് ഓപ്ഷൻസ് വരും. ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് മാസ്റ്റർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് മെത്തേഡിൽ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ നിങ്ങൾ മാസ്റ്റർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഈസി ആയിട്ട് തന്നെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. $10 ഇതിൽ വിസ കാർഡ്. ഇത് ഞാൻ ഇതിന് മുമ്പ് സേവ് ചെയ്ത വിസ കാർഡാണ്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഏത് രീതി വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പം വിസ മാസ്റ്റർ കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ $250 എന്നൊക്കെയാണ് കാണിക്കുക, ഇനീഷ്യലായിട്ട് കാണിക്കുക. പക്ഷേ $10 വരെ ഇതിൽ പോകും. $10 നമുക്ക് മിനിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. $5 ഇൻവെസ്റ്റ് ചെയ്യാനാവില്ല, 10 മിനിമം. $5 ഇൻവെസ്റ്റ് ചെയ്താൽ ഇത് ഇൻവാലിഡ് എമൗണ്ട് എന്ന് ഇവിടെ കാണിക്കും. അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വിഡ്രോവൽ നിങ്ങൾക്ക് പണം വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെരിഫൈഡ് എന്ന് പറഞ്ഞൊരു ടിക്ക് വരണം. ആ ടിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ഒന്നുമല്ല. ഇതിൽ നിങ്ങളുടെ ഇമെയിൽ ID അതുപോലുള്ള കാര്യങ്ങൾ, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ID പ്രൂഫും സെൻഡ് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ വെരിഫിക്കേഷൻ, നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ആവുന്നതാണ്. വെരിഫിക്കേഷന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇതിൽ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം ഇതിൽ അറിയാതെ ആരും ഒരിക്കലും ഇതിൽ കളിക്കാൻ നിൽക്കരുത്. കാരണം പൈസ നല്ലോണം പോകും. നമ്മളിതിനെക്കുറിച്ച് പഠിക്കാണ്ട് കളിച്ചാൽ ഞാൻ $1500 പോയെന്ന് പറഞ്ഞില്ലായിരുന്നു. അത് ഞാൻ ഈ ആപ്പ് എടുത്ത സമയത്ത് ഫസ്റ്റായിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ട് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് കുറച്ച് പൈസ $20 അടുത്ത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കളിച്ചിരുന്നു. അപ്പം നഷ്ടമായതാണ് എനിക്ക് അത്രയും പൈസ. അപ്പോൾ ഇത് അറിയാതെ ഒരിക്കലും ഇത് ചെയ്യാൻ നിൽക്കരുത്. കാരണം നല്ലോണം പൈസ പോകും. പൈസ പോകുന്നതിനൊരു കണക്കും ഉണ്ടാവില്ല. അപ്പം ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ പറ്റും, കുറഞ്ഞ ടൈമിൽ ഇത് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കാണ്. അതുകൊണ്ടാണ് ഇത്രയും ടൈം ആയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.